ഹായ്, നമസ്തേ. എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞു കാണും, എല്ലാവരിലേക്കും എത്തിയും കാണും, മഴത്തണലിൽ എന്ന് പറയുന്ന എൻ്റെ കവിതാസമാഹാരം. ഇതിൻ്റെ പ്രകാശനവും ഒക്കെ കഴിഞ്ഞു. നല്ല ഗംഭീരമായി ബുക്കിൻ്റെ മൂവ്മെൻറ്റ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ധാരാളം പേര് ബുക്കുകൾ വാങ്ങി വായിച്ചു. അവരുടെ അഭിപ്രായങ്ങൾ എന്നെ വിളിച്ചറിയിക്കുകയും മെസ്സേജ് ഇടുകയും അങ്ങനെയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്കൊരു പുതിയ ഐഡിയ തോന്നിയത്. ഈ ബുക്കാക്കുന്നതിന് മുമ്പ് 2016 എൻ്റെ കവിതയായ കറുമ്പിപ്പെണ്ണിൻ്റെ വരികൾ എൻ്റെ ഒരു സുഹൃത്ത് ആലപിക്കുകയും ആ ആലാപനം എന്നെ വളരെയധികം സന്തോഷത്തിൽ ആക്കുകയും ചെയ്ത ഒരു സന്ദർഭമായിരുന്നു. അന്ന് എൻ്റെ ഒരു സുഹൃത്തിന് മറ്റൊരു സുഹൃത്തിന് അയച്ചു കൊടുക്കുമ്പോൾ അവനത് ഒരു വീഡിയോ ആക്കി തരികയും 2016 തന്നെ ഞാൻ ആ വീഡിയോ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുകയും ഒരു കവി എന്നുള്ള നിലയിൽ ഇല്ലേ ഒരു ഗാനരചയിതാവ് എന്നൊക്കെയുള്ള രീതിയിൽ ജനങ്ങൾ എന്നെ അംഗീകരിക്കുകയും എല്ലാവരിൽ നിന്നും പ്രത്യേകിച്ച് എൻ്റെ നാട്ടുകാരിൽ നിന്നും ഒക്കെ ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കേൾക്കുകയൊക്കെ ചെയ്ത ഒരു സന്ദർഭം അക്കാലത്തുണ്ടായിരുന്നു. അതായിരുന്നു തുടർന്നുള്ള എൻ്റെ എഴുത്തിന് വളരെയധികം ഊർജമായി മാറിയത്. 2026 ഈ ബുക്ക് എൻ്റെ സ്വപ്നം എൻ്റെ കൈകളിലേക്ക് ഭദ്രമായി എത്തുന്നതും മനസ്സിൽ ആഗ്രഹിച്ചതുപോലെയുള്ള ഇടങ്ങളിൽ വെച്ച് പ്രകാശന കർമ്മം ചെയ്യാൻ സാധിച്ചതും ജനങ്ങളിലേക്ക് ഈ ബുക്ക് എത്താനായിട്ട് സാധിച്ചത്. ഈ ബുക്കാക്കുന്ന 2017 ഞാൻ ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് എത്തുകയും ആദ്യം തന്നെ ഇതിലെ 3 കവിതകൾ ഞാൻ റെക്കോർഡ് ചെയ്യുകയാണ് ഉണ്ടായത്. കറുമ്പിപ്പെണ്ണ്, ദിശ, പ്രവാസം പ്രയാസം എന്ന് പറയുന്ന കവിതകളായിരുന്നു അന്ന് ഞാൻ ചെയ്തത്. കാരണം ഈ 3 കവിതകൾക്കും ഓരോ പ്രത്യേകതകളുണ്ടായിരുന്നു. പ്രവാസം ഞാൻ ആദ്യമായി എഴുതിയ കവിതയാണ്. പിന്നെ 2016 കറുമ്പിപ്പെണ്ണ് എന്ന് പറയുന്ന കവിത വീണ്ടും എഴുതുന്നത്. അതിൻ്റെ ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് കവിതകളും വരികളും ഒക്കെ എഴുതി വയ്ക്കുമായിരുന്നു. അപ്പോൾ അന്ന് എനിക്കത് ദൃശ്യമാക്കി പുറത്തേക്ക് ഇറക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അത് പല കാരണങ്ങൾ കൊണ്ടും സാധിക്കാതെ പോയി. പല തിരക്കുകളും പിന്നെ മറ്റു പല കാര്യങ്ങളിലേക്കായി ഞാൻ വഴിമാറുകയാണ് ഉണ്ടായിരുന്നത്. 2025 എന്തായാലും ഒരു തീരുമാനമെടുത്തു, ഇനി ബുക്ക് ഇറക്കിയിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്ന്. അങ്ങനെയാണ് ഈ ബുക്ക് ഇറക്കുന്നത്. നമ്മൾ ഓരോ നിമിഷവും ഓരോ ദിവസവും പുതിയ പുതിയ കണ്ടെത്തലുകൾ, പുതിയ സന്തോഷങ്ങൾ, നല്ല നല്ല നിമിഷങ്ങൾ നമ്മൾ സ്വയമേ നമ്മളിൽ തന്നെ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ ഒരു ചിന്തയുടെ ഫലമായിട്ട് ഞാൻ കരുതിയ ഒരു തീരുമാനമാണ് ഇതിലെ ഓരോ കവിതകളും ഇനി ദൃശ്യരൂപേണ, ശബ്ദരൂപേണ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം എന്നുള്ളത്. ഇതിനകത്ത് ഈ ബുക്കിനകത്തെ ചിത്രങ്ങളെല്ലാം വരച്ചിരിക്കുന്നതും ഞാൻ തന്നെയാണ്. ആ ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്തും യൂട്യൂബിനകത്ത് ഏത് കവിതയ്ക്ക് വേണ്ടിയിട്ടാണോ വരയ്ക്കുന്നത് ആ കവിതയുടെ വരികൾ ഞാൻ ആലപിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. എങ്കിലും എനിക്ക് ഇവയെല്ലാം ഒന്ന് രസകരമായ രീതിയിൽ ആവിഷ്കരിക്കണമെന്ന് തോന്നുകയും അത്തരം ഒരു തോന്നലിൻ്റെ ഫലമായിട്ട് ഞാൻ ഇതിലെ ഓരോ കവിതകളും ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോ രൂപേണ അവതരിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ വരെ നിങ്ങൾ എങ്ങനെയാണോ എന്നെ സപ്പോർട്ട് ചെയ്തത് അതിനേക്കാളും മികച്ച രീതിയിൽ എല്ലാവരുടെയും പൂർണ്ണമായ സപ്പോർട്ടുകളും എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എൻ്റെ ഓരോ കവിതകളും അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ബുക്കുകൾ എല്ലാവരും വാങ്ങി വായിക്കണം. ഇതിനകത്ത് തന്നെ ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ബുക്കുകൾ ആവശ്യമായിട്ട് വേണ്ടുന്നവർ നിങ്ങളുടെ അഡ്രസ്സും മൊബൈൽ നമ്പരും ഇതിനകത്ത് കമൻറ്റിനകത്ത് രേഖപ്പെടുത്തി മാക്സിമം സപ്പോർട്ട് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത് മറ്റുള്ളവരിലേക്കും ഇതിനെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ പങ്കുവെച്ച്
പൂർണ്ണമായും ഈ ഒരു ആരംഭത്തെ നിങ്ങൾ പിന്തുണയ്ക്കുക. പിന്തുണ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പായിട്ടും അറിയാം. എൻ്റെ സുഹൃത്തുക്കളെയെല്ലാം എനിക്കറിയാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഈ കവിതകൾ ഓരോന്നും ഇനി മുതൽ തുടർന്നുള്ള എൻ്റെ ചിക്സാർട്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിലും ഒപ്പം ഇൻസ്റ്റഗ്രാമിലും പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.